ഇപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് തള്ളിക്കയറി ഗേറ്റൊക്കെ തള്ളി തുറന്ന് അവിടുത്തെ പോലീസുകാരെയൊക്കെ തള്ളി മാറ്റി ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ മുൻ വാതിൽ റീത്ത് വയ്ക്കുകയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ചെയ്തത്. അതായിരുന്നു കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രതിഷേധം. അതിനെ തെരുവിൽ നിന്ന് നേരിടാൻ ആരോഗ്യമന്ത്രി തന്നെ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയും ഇന്ന് കേരളം കണ്ടു. ഏതായാലും ഇതിപ്പോൾ ഒരു UDF LDF തർക്കമായി ആലപ്പുഴയിലെ ഈ ഒരു സംഭവം മാറിയിരിക്കുകയാണ്. ഇന്ന് ഏതായാലും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇപ്പോൾ ഉഷ ജോസഫ് എന്ന് പറയുന്ന പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത ആ ഒരു ഫോർസെപ്സ് എന്ന് പറയുന്ന ആ കത്രിക ഒരു രാഷ്ട്രീയ ചിഹ്നമാക്കി വരുന്ന തെരഞ്ഞെടുപ്പിൽ മാറ്റാൻ ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇതൊരു വലിയ പ്രതിഷേധമായി UDF ഏറ്റെടുക്കുന്നത്, വലിയൊരു പ്രതിഷേധമാക്കി നീക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. ഡോക്ടർമാർ വരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ശസ്ത്രക്രിയയിൽ വന്നിട്ടുള്ള പിഴവ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഏതായാലും ആ ഡോക്ടറിനെയും അന്ന് ചുമതലയിലുണ്ടായിരുന്ന നഴ്സിനെയും ഒക്കെ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ നടപടി ഉണ്ടാകും എന്നത് കാത്തിരുന്ന് കാണാം. പക്ഷേ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ ഈ പ്രതിഷേധം കൊണ്ടോ ഈ ഒരു നടപടി കൊണ്ടോ അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എത്രയോ കാലമായി തുടരുന്ന പ്രശ്നമാണ്. കേരളത്തിലെ ആരോഗ്യരംഗം നേരിടുന്ന പ്രശ്നങ്ങൾ. ആരോഗ്യരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാലോ, ഈ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള 2026 ഇക്കണോമിക് സർവേയിൽ, സാമ്പത്തിക സർവേയിൽ, കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെച്ചിട്ടുള്ള സാമ്പത്തിക സർവേയിൽ തന്നെ കേരളത്തിൽ ആരോഗ്യരംഗം ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് വിലയിരുത്തുന്നത്. അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് കേരളം മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും കേരളം ആരോഗ്യരംഗത്ത് മുന്നിട്ട് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും കേരളത്തിലെ പ്രശ്നങ്ങളും അതേ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ പല വിഷയങ്ങളും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ്, നഴ്സുമാരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ്, പലപ്പോഴും SOP ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇതൊക്കെ ഇന്നും നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും തുടരുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, എവരിബഡി ബ്ലെയിംസ് സംബഡി, നോബഡി ആസ്ക് എനിബഡി എന്ന്. അതായത് കുറ്റം മറ്റൊരാളുടെ മേൽ തള്ളാനാണ് എല്ലാവരും ശ്രമിക്കുക. പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് പലരും അന്വേഷിക്കില്ല, അത് കണ്ടെത്താനുള്ള നീക്കം നടത്തുകയും ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഒരു രാഷ്ട്രീയ യുദ്ധമാണ്. അതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിഷേധവും പോരാട്ടവുമാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്.